ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ബ്രൂമാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതോ ക്ലീൻ ചെയ്ത് കളയേണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ കുറേയധികം പൊടിപടലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയുക. നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ നിങ്ങളുടെ ഇപ്പോൾ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിന്തകളാകാം, നിങ്ങളുടെ ചിന്തകളാകാം, നിങ്ങളുടെ പാസ്റ്റിലെ ട്രോമാസ് ആകാം, ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്ന നെഗറ്റീവ് എനർജി ആകാം. ഇതല്ലേ എന്തും ആകാട്ടോ. ഈ 3 കാര്യങ്ങളും കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും നിങ്ങൾ നിങ്ങൾക്കത് പൂർണ്ണമായും വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെഡിറ്റേറ്റ് ചെയ്യുക, ഹീൽ ചെയ്യുക. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഒരു കാര്യം കൂടെ ആയിരിക്കും. കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് കിട്ടിയ ട്രോമാസ് എല്ലാം അത് നിങ്ങൾ ഹൃദയത്തിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് സെക്ഷനൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഈ ഒരു ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ച് നിങ്ങളത് ഹീൽ ചെയ്ത് കളയണം, പൂർണ്ണമായും ഹീൽ ചെയ്ത് കളയണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല ഒരു കാര്യം സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ്. അപ്പം നല്ലത് വരാൻ വേണ്ടിയിട്ട് കുറേ ബ്ലോക്ക് ഉണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്യുക. പിന്നെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിലായാലും നല്ല ചിന്തകൾ വരാൻ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോശം ചിന്തകളൊക്കെ മാറ്റി ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ചിലപ്പം ഈശ്വര ചിന്ത വരാൻ പോലും നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളത് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ മാറ്റിക്കളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അടുക്കി പെറുക്കി വയ്ക്കാനുള്ള ഒരു സമയമാണിതെന്ന് മനസ്സിലാക്കുക. പുതിയ വർഷമാണ്, അതിനെ വരവേൽക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വൃത്തിയാക്കി വെക്കുക. അവിടെ ഇവിടെയും കൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് മാറ്റിക്കളയുക. ഈ ഒരു സമയം അത് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ വീണ്ടും വന്നിട്ടുള്ളത് 5 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മൾ കളഞ്ഞു പോയ കുറേ കാര്യം, നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യം നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചതായിരിക്കാം, നമ്മൾ അതിലൊരുപാട് സന്തോഷം കണ്ടെത്തിയതായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഈ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനം. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിലുള്ള നന്മകളിൽ അല്ലെങ്കിൽ നമുക്കുള്ള ഭാഗ്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് ഈ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം മാത്രമല്ല, നമുക്ക് ഒരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. ആ നന്മകൾ കാണാൻ ശ്രമിക്കുക. ഈ നന്മകൾ കാണാനാണ് ഇത് വൃത്തിയാക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അത് മാറ്റിക്കളയുമ്പോഴാണ് സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ വരുള്ളൂ. എന്നാലേ നമുക്കുള്ള ഗിഫ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യുക. മജീഷ്യനാണ്.
മാജിക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. മാജിക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ, മാജിക്ക് വരാനുള്ളൊരു സമയമാണ്. നിങ്ങളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മളുടെ ചിന്തകൾ എന്താണ്, നമ്മളുടെ പ്രവൃത്തി എന്താണ്, നമ്മൾ എന്താണ്, ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണതെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് അത് ഒട്ടും തന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങളെ പറ്റി കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പലതും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മളെ കഴിവുകേടുകളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയ്യോ എന്നെ ഒന്നിനും കൊള്ളൂലല്ലോ, അല്ലെങ്കിൽ എനിക്കെല്ലാം നെഗറ്റീവ് ആണല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് തോന്നുന്നത്. ആ നടക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ അതൊന്നും മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താണുള്ളത്, സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്ക് വരുന്നത്. മാജിക്ക് സംഭവിക്കാൻ പറ്റും. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇത്. മജീഷ്യനും ഹൈ പ്രീസ്റ്റസുമാണ് വന്നത്. രണ്ടും ഒരേപോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇത് മേജർ അർക്കാനയാണ്. അപ്പം ഇത് നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഈ ഒരു കാര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ ആർക്കും പറ്റില്ല. ഇപ്പം നമുക്ക് നമ്മളുടെ ഗിഫ്റ്റുകൾ, പ്രത്യേകിച്ചും നിയോഗങ്ങളും യോഗങ്ങളും ഒന്നും ആർക്കും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റൂല. നമുക്ക് ഇടക്കാലത്ത് വെച്ച് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയാൻ മറ്റുള്ളവർക്ക് പറ്റുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ മാജിക്കും ഈ ഒരു അനുഗ്രഹവും ഹൈ പ്രീസ്റ്റസും. ഈ നമ്മളുടെ കഴിവുകൾ ഒരിക്കലും മറ്റാരെന്ത് വിചാരിച്ചാലും അത് മാറ്റിക്കളയാൻ പറ്റില്ലെന്നാണ്. ഇതിനകത്ത് ആദ്യം തന്നെ വന്നത് ബ്രൂമാണ്. അപ്പോൾ ഇത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ശക്തികളെയും ചിലപ്പോൾ ആൾക്കാർക്ക് മറച്ചു കളയാൻ പറ്റുമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഫുള്ളി ഡിസ്കണക്റ്റ് ആക്കാൻ പറ്റൂല. പക്ഷേ അതിൻ്റെ ഒരു പ്രഭ കുറച്ചൊന്നും കുറയ്ക്കാൻ പറ്റും. അത് പറ്റും മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തോട്ടിലൂടെ, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള ആ ഒരു യോഗങ്ങളെ ചിലപ്പോൾ അത് പൂർണ്ണമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി ക്ലെൻസ് ചെയ്ത് കളയണം, അതിനെ ഇല്ലാതാക്കി കളയണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവുകളെ പൂർണ്ണമായിട്ടും അത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് ഇൻഡ്യൂഷൻ വഴി കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്, നിങ്ങളിതൊന്നും ഒരാളുടെ അടുത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെന്താണെന്ന് ചോദിക്കണം. നിങ്ങൾക്കറിയാം ഇതെവിടെ നിന്നാണ് ഈ ഒരു നെഗറ്റീവ് വന്നത്, ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നു, ഇതിനെ എങ്ങനെ മാറ്റിക്കളയണം, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സ്വയം ചെയ്താൽ മതി. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. 3 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ കുറച്ച് കൂടുതൽ ബലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കാം. അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങളുടെ സെയിം വേവ് ലെങ്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്തിരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ ചിലപ്പോൾ അവർക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവലൊന്ന് ഹൈ ആക്കി വയ്ക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഹയർ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുക. അല്ലാതെ എപ്പോഴും ഗോസിപ്പ് പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് കളയുക. ചിലപ്പോൾ പൂർണ്ണമായും കട്ട് ചെയ്ത് കളയാൻ പറ്റിയില്ലെങ്കിലും അവരുടെ എനർജി നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ എൻജോയ് ചെയ്യാതിരിക്കുക. അപ്പം മറ്റുള്ളവർ പറയുന്ന കമൻറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, വേറെ ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ ആ ഒരു കർമ്മ നമ്മൾ എടുക്കുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അവരുടെ കർമ്മ പെട്ടെന്ന് റിലീസാവും. ആ കർമ്മയുടെ ഒരു ഭാഗം നമ്മളിലേക്ക് വരും. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.
പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൾറെഡി നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കാം. പിന്നെ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഒരു കൂട്ട പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു കൂട്ടായ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഫലം കിട്ടും എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. 4 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാനോ ചെരുപ്പോ അല്ലെങ്കിൽ വാച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡ്രസ്സ് എടുക്കുന്നതോ, അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ള പറയൂലേ, അങ്ങനെ ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കണം. ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഇന്ന് നിങ്ങൾക്കൊരു കോഫി ഹൗസിൽ പോയി ഒരു ചായ കുടിക്കാനാണ്, അങ്ങനെ ചായ കുടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. അല്ല, ഇനി ഏറ്റവും ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നടത്താൻ പറ്റുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഡ്രീമിനെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അത് കണ്ടുപിടിക്കുക. ആ ഡ്രീമിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ നിങ്ങൾ സമ്പാദിക്കുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള തരത്തിൽ നിങ്ങൾ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് പഠിക്കുന്നതാകാം, മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കുന്നതാകാം, ഗൂഗിൾ ചെയ്യുന്നതാകാം, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ പഠിക്കുന്നതാകാം, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുത്താൽ കൃത്യമായിട്ടും അത് നടക്കും. ഫ്ലവേഴ്സാണ് ഇതിൽ. 6 ഓഫ് കപ്പാണ് ഇതിൽ. നിങ്ങളുടെ പാസ്റ്റിലുള്ള ആരോ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരോ ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ആ ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നതുമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെൻറ്റ്സ് അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. മൂൺ കാർഡാണ്. നിങ്ങൾ ഇതിൽ കുറേ ആൾക്കാരും ഒരു ജേണലൊക്കെ എഴുതുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ രാത്രിയിൽ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെല്ലാം നിങ്ങൾ ബുക്കിൽ പകർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് അത് എപ്പോഴെങ്കിലും നാളെ ഒരിക്കൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കത് സഹായിക്കും. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ അത് സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് എഴുതി വയ്ക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് നിങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഫ്യൂച്ചറിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ എഴുതി സൂക്ഷിച്ച് കഴിയുമ്പം നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റിസാണ്. നിങ്ങളുടെ ആ ഒരു സത്യത്തിൽ മുറുകെ പിടിച്ച് തന്നെ ഇരിക്കുക. മറ്റാരെന്ത് പറഞ്ഞാലും, മറ്റൊരു ആൾക്കാർ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാൻ ശ്രമിച്ചാലും, കുറ്റം പറഞ്ഞാലും അതൊന്നും നിങ്ങളെ ബാധിക്കാതെ ഇരിക്കണം. അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ ആരും എന്ത് പറഞ്ഞിരുന്നാലും ഈ അവസാനം ഇവരൊക്കെ നിങ്ങളുടെ ഒരടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ചിലപ്പം നിങ്ങളുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ചിലപ്പം നിങ്ങളെ ചിലപ്പോൾ ഡീപ്രമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ പൊട്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങളെ അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ അവർ അംഗീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്കത് വേണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങളതിൽ
നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, ഈ സമയം കടന്നു പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ അവർ അംഗീകരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ആരും തന്നെ ശ്രമിക്കേണ്ടതില്ല. അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ആ ഒരു എഫേർട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ്, അതാണ് ജസ്റ്റിസ്. അപ്പോൾ ആ സമയത്ത് അത് സംഭവിക്കും. അതിൽ ഓവർ തിങ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോയ ആൾക്കാരൊക്കെയും നിങ്ങളുടെ കൂടെ തന്നെ വരും. നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ വഴി കാണിക്കുന്ന രീതിയിലെത്തും. ഫാമിലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കാം, അത് സംഭവിക്കും. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തിൽ, സമാധാനത്തിൽ, സമൃദ്ധിയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിലെന്താണ് കിട്ടിയിരിക്കുന്നത്. ഡോർ ടു വാല്യൂ ആണ്. നിങ്ങൾക്ക് വാല്യൂ തരുന്ന തരത്തിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ, ഇത് പിന്നെപ്പോഴെങ്കിലുമാണ് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങൾക്കുള്ള കഴിവുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അറിവുകൾ കൂടുതൽ കൂട്ടാൻ ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. അതിലൊരു സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ശക്തിയൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. ആ വാതിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ തിരക്കി പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് നിങ്ങളിലേക്ക് തന്നെ ഓൾറെഡി വരുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പേഷ്യൻസ് ആണ്. കുറച്ചൊന്ന് ഒരു സമയം എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സമാധാനപ്പെടുക. ഇപ്പം ഇതിന് ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇതിലൊരു ടൈമാണ് കാണിക്കണത്. കുറച്ചൊന്ന് നിങ്ങൾ സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വരും. ഇപ്പം നിങ്ങളുടെ കർമ്മയൊക്കെ ചെയ്ത് പൂർത്തിയാക്കി നിങ്ങൾ ഇനി സമാധാനപ്പെട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു എന്നുള്ളൊരു വാർത്ത മറ്റുള്ളവർ നിങ്ങളെ കേൾപ്പിക്കാൻ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുള്ളൊരു സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, അത് സംഭവിക്കും എന്നാണ് കാണുന്നത്. ഫിഫ്ത്ത് ചക്രയാണ്, ആർക്കേഞ്ചൽ ഗബ്രിയേലാണ്. ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അത് ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ വിളിക്കുക. ആർക്കേഞ്ചൽ ഗബ്രിയേൽ നിങ്ങൾക്ക് അത് ആ ഒരു ത്രോട്ട് ചക്ര ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം മറ്റുള്ളവരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെന്ത് പറഞ്ഞാലും, നമ്മൾ ആരോടെന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർ നമ്മൾ അംഗീകരിക്കണം എന്നില്ല, നമ്മൾ പറയുന്നത് വിശ്വസിക്കണം എന്നില്ല. നമ്മൾ സത്യം പറഞ്ഞാലും ഒരു കള്ളമാണെന്ന് മാത്രം പറയും. അപ്പോൾ പക്ഷേ നിങ്ങൾ ത്രോട്ട് ചക്ര ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഇപ്പോൾ വേറെ ഒന്നും അറിയാത്ത ആൾക്കാരും ഗബ്രിയേൽ മാലാഖയെ വിളിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കി തരാൻ പറയുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളൊരു 21 days ഇതിങ്ങനെ സംസാരിക്കുക. കാരണം എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാൻ പറയാം, പക്ഷേ അത് ശരിയായ രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റൂല ത്രോട്ട് ചക്ര ക്ലോസ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഗബ്രിയേൽ മാലാഖ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം തരും എന്നുള്ളതാണ് കാണുന്നത്. കോർണുകോപ്പി എന്ന് പറയുമ്പം നിങ്ങൾ ആൾറെഡി ചെയ്ത് തീർത്ത കാര്യം, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യമെല്ലാം പൂർണ്ണമായും നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്ത് തീർത്തു. അതിൻ്റെ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞതാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണതെന്നുള്ളതാണ്. അബണ്ടൻസ് ആണ് ഇതിൽ, വിളവെടുക്കുന്നൊരു സമയമാണ്.
വളരെ റിലാക്സ് ചെയ്തിരുന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിന് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ആ കിട്ടുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ റിസീവ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കാതിരിക്കുക ദയവായിട്ട്. ഒത്തിരി തിരക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാകട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.